ങ്ങൾ പറയുകയാണ്. അതിലൊന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം. അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ വല്ലാതെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദുആയാണ്. ആ ദുആയിനെ നിങ്ങൾ സൂക്ഷിക്കണേ സഹബാ എന്ന് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫലസ്തീന്റെ പൊന്നുമക്കളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചൊരു കോലം കണ്ടോ? എത്ര കൊല്ലമായിട്ട് ഫലസ്തീന്റെ മക്കളുടെ മുകളിലേക്ക് ബോംബിട്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഫലസ്തീന്റെ കുഞ്ഞുമക്കളുടെ കബന്ധമറ്റ ശരീരം കാണുമ്പോൾ നമ്മളെല്ലാവരും പൊട്ടിക്കരഞ്ഞിട്ടുണ്ടല്ലോ. ആ പൊന്നോമനകൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഏത് മഹല്ലാണ് കേരളത്തിലുള്ളത്? അല്ലാഹുവേ, കുറച്ച് നാൾ മുമ്പല്ലേ അല്ലാഹുവേ അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഫലസ്തീനെ മുഴുവനും ചുട്ട് ചാമ്പലാക്കണമെന്ന് പ്രസ്താവന ഇറക്കിയിട്ട് എത്ര ദിവസമായി എൻ്റെ പൊന്നുമോനെ? ഒരു രാത്രി പോലും അല്ലാഹുവിന് വേണ്ടി വന്നില്ല. എത്ര കോടിക്കണക്കിനാ നഷ്ടം വന്നതെന്നറിയുമോ? എത്രയായിരം വീടുകളാണ് നശിച്ചു പോയതെന്നറിയുമോ? ഇത്രയും വലിയ സംവിധാനമുണ്ടായിട്ട് ആ തീയൊന്നടയ്ക്കാ പോലും കഴിയാതെ ഇതെല്ലാവരും പറയും, ഇത് പ്രകൃതിയല്ലേ ഉസ്താദ്, ഇത് പ്രകൃതി ദുരന്തമല്ലേ ഉസ്താദ്? പ്രകൃതി ദുരന്തം അല്ലാഹു അറിയാതെ വരുന്നതല്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ലഹറൽ ഫസാദ ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. അല്ലാഹുവേ, പ്രകൃതി എന്ത് തന്നാലും, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് എന്ത് ശിക്ഷ ഇറങ്ങിയാലും അതെല്ലാം മനുഷ്യന് ചെയ്ത ക്രൂരതകൾക്ക് പകരമാണെന്ന് അള്ളാന്റെ ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ ഹൃദയം പോലും തകർന്നു പോയിട്ടുണ്ടാകുമല്ലോ. പഠിക്കുന്ന സ്കൂളില് അല്ലാഹുവേ, വിദ്യാലയത്തില് ബോംബിടുമ്പോ അല്ലാഹുവേ, അവരുടെ ഈമാൻ കണ്ട് ഞാൻ പോലും അത് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. തീതുപ്പുന്ന തോക്കിന്റെ മുമ്പിലൂടെ 10 വയസ്സുകാരൻ വെടിയുണ്ടയുടെ മുമ്പിലേക്ക് കൊടി പിടിച്ചുകൊണ്ട് ഈമാനോടെ നടന്നു പോകുന്നത് കാണുമ്പോ നമ്മുടെ ഈമാനെവിടെ ഉമ്മ? നമ്മുടെ ഈമാനെവിടെ ഉപ്പ? 10 വയസ്സും 12 വയസ്സുമുള്ള ചെറുപ്പക്കാർ, ആ പൊന്നുമക്കൾ വലിയ വലിയ ആൾക്കാർ വന്ന് അതിൽ നിന്ന്